എനിക്കായിരുന്നു ഇഷ്ടം. പ്രപ്പോസ് ചെയ്തായിരുന്നു ചേച്ചി? അങ്ങനെ പ്രപ്പോസൽ അങ്ങനെ വലിയ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ചേച്ചിനെ സ്റ്റേജിൽ വെച്ചാണോ ചേട്ടൻ കണ്ടത്? അല്ല, ഞാൻ അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പോ ഗ്രാജുവേഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞു കൊള്ളാല്ലേ എന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞു കൊള്ളാം. ഞാനാ പറഞ്ഞ ടാലന്റ് എന്ന് പറഞ്ഞ നമ്മുടെ എല്ലായിടത്തും ടാലന്റ് ആണ്. നമുക്ക് എന്തോ ഒരു അനുഗ്രഹം നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. റാപ്പ് ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നില്ല. ഇങ്ങനെ ഷാൻ റഹ്മാൻ സാർ ഇങ്ങനെ പാട്ടിന്, എനിക്ക് തോന്നുന്നു വേറൊരു പാട്ടിന് റെക്കോർഡിങ്ങിന്റെ ടൈമില് ഈ ഒരു പാട്ട് ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡ് ടൈമിലാണ് സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയത്. അപ്പോൾ ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയിരുന്നപ്പോൾ ഒരുപാട് പേര് ഈ പാട്ട് ഏറ്റെടുത്ത് പാടി. ശ്രേയാജിയുടെ എല്ലാം നമ്മളെല്ലാവരും വലിയ ഫാൻസാണ്, ഞാനും ഉൾപ്പെടെ. നമ്മളെല്ലാവരും കേട്ട് വളർന്ന ശ്രേയാജിയുടെ ശബ്ദമാണ്. അപ്പോൾ ഹ്യൂജ് ഫാൻസാണ്. ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചെമ്മിടാതെ എൻ ജീവനേ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Bonjour, you're watching Milestone Makers and this is Harviora presents Fantastic Faustina. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗറാണ്. സോ നമ്മുടെ ഈ ഫണ്ടാസ്റ്റിക് സിംഗറിനെ നമ്മുടെ ഈ ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീനിലേക്ക് ഞാൻ കുറേയധികം സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സുനിത ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ചേച്ചി ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ സിംഗേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള സിംഗേഴ്സ് ചില പാട്ടുകൾ അവരുടെ ഭയങ്കര ഹിറ്റായിരിക്കും, ചിലത് അത്ര ആ ഒരു ലെവലിലേക്ക് എത്തില്ല. പക്ഷെ ചേച്ചീനെ പറ്റിയുള്ള റിസർച്ചിൻ്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യം, ചേച്ചി പാടിയിട്ടുള്ള മിക്ക സോങ്സും, മിക്കെന്നല്ല ചേച്ചി പാടിയിട്ടുള്ള എല്ലാ സോങ്സും ബാക്ക് ടു ബാക്ക് ഹിറ്റുകളാണ്. ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഹിറ്റുകളുള്ള പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് എങ്ങനെയാണ് പാടുന്നത്? അതിൻ്റെ സീക്രട്ട് പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാം. സെലക്ഷൻ പ്രോസസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഓഫ്കോഴ്സ് വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടിങ് തൊട്ട്. അതപ്പം ഡെഫിനറ്റ്ലി അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ എന്നാലും എല്ലാം, അതായത് ചേച്ചി സെലക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഓക്കെ എങ്ങനെയായിരിക്കും ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഞാൻ പാടണം എന്ന് വിചാരിക്കാനുള്ള കാരണം? അത് കണക്ട് ചെയ്യുമ്പോഴാണ്. കാരണം എനിക്കിപ്പോൾ എല്ലാ പാട്ടും കുറച്ച് എന്നെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് സോൾഫുൾ ആയിട്ടുള്ള സോങ്സ് പാടാനാണ് കൂടുതൽ ഇഷ്ടം. ഓഫ് കോഴ്സ് എല്ലാ രീതിയിലുള്ള പാട്ടിൽ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. എല്ലാ ടൈപ്പും നമുക്ക് ചേച്ചി എല്ലാം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ റാപ്പും അങ്ങനെ കുറേ അധികം സ്റ്റൈൽസ് ഓഫ് പാട്ടുകൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണല്ലേ ചേച്ചി. ഇപ്പം ചേച്ചിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുള്ള കുറേ അധികം പാട്ടുകളുണ്ട്. ഭയങ്കര ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള കുറേ അധികം സോങ്സ് ഉണ്ട്. നമ്മുടെ അലരേ നീയനിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വാതിക്കൽ വെള്ളരിപ്രാവാണെങ്കിലും ഹിമമഴയാണെങ്കിലും കുറേ അധികം സോങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു 4 വരി ഒന്ന് പാടാവോ? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഫൗസ്റ്റീനയ്ക്ക് എന്താ കേൾക്കണ്ടേ? എനിക്ക് നീ ഹിമമഴയെ കേട്ടാ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇത് ഫൗസ്റ്റീനയ്ക്ക് വേണ്ടി. ഓക്കെ, ഡെഡിക്കേറ്റഡ്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴീണയിൽ സദാ പ്രണയം മഷീഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചെമ്മിടാതെ എൻ ജീവനേ. അയ്യോ, ഭയങ്കര സ്വീറ്റ് ആയിട്ട് പാടി. ഇവൻ ഐ എൻജോയ്. ഞാൻ സ്ഥിരം കേൾക്കണ ഒരു പാട്ട്, അതുകൊണ്ട് ചേച്ചി ലൈവായിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടി. ഭയങ്കര അടിപൊളിയായിരുന്നു ചേച്ചി. ഇതേപോലെയാണ് ചേച്ചിയുടെ വേറൊരു ഹിറ്റ് പാട്ടാണ് നമ്മുടെ സൂഫിയും സുജാതയിലെ പാട്ടല്ലേ. അതാണ് ചേച്ചിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ഒരു പാട്ടാണ്. അപ്പോൾ ശരിക്കും അതൊരു കോവിഡ് ടൈമിൽ ഇറങ്ങിയ ഒരു പാട്ടല്ലേ. അപ്പോൾ ചേച്ചിക്ക് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? പക്ഷെ കോവിഡ് ടൈമിലല്ല ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കോവിഡ് ഓബ്വിയസ്ലി ഒരു നല്ല ബ്ലെസ്സിങ് ആയിരുന്നിരിക്കാം. കാരണം കോവിഡ് ടൈമിലാണ് സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയത്. അപ്പോൾ ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയിരുന്നപ്പോൾ ഒരുപാട് പേര് ഈ പാട്ട് ഏറ്റെടുത്ത് പാടി ഡാൻസും ചെയ്തു.
അപ്പം കുറച്ചൊരു ചെറിയ രീതിയിൽ സ്കിറ്റും ചെയ്തു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടാഗ് കിട്ടാറുണ്ട്. അപ്പോൾ പാട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം കാരണം ഒരുപാട് പേര് അത് ഓർക്കുന്നു എന്നാണ്. അതിന്റെ ലിറിക്സ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ ജയചന്ദ്രൻ സാർ അല്ലേ എന്റെ മ്യൂസിക് ജയചന്ദ്രൻ സാറിനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആൻഡ് വരികൾ എഴുതിയത് ഹരിനാരായണൻ ചേട്ടനാണ്. അപ്പോൾ ഇവൻ നീ ഹിമമഴയും അദ്ദേഹമാണ് സെയിം സെയിം ലിറിക്സിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിന് ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. വാതുക്കൾ വെള്ളരി പ്രാവ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ ഉണ്ടല്ലോ. ചേച്ചി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ലിറിക്സ് കണ്ടപ്പോഴേ അറിയായിരുന്നു ഓക്കെ ഇത് ഇനി അടുത്ത ആൾക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന്. കാരണം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ചേച്ചിക്ക് അപ്പോഴേ തോന്നി കാണും അല്ലേ? അതെ അതെ. ചേച്ചി ഞാൻ ഇങ്ങനെ കുറെ സിംഗേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ സിംഗേഴ്സ് എന്നല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പൊ ചില മൂവീസോ അല്ലെങ്കിൽ ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഹാർട്ടിൽ ടച്ച് ചെയ്യും. നമുക്ക് ചിലപ്പോൾ കണ്ണൊക്കെ നിറയും. ചേച്ചിക്ക് അങ്ങനെ ഏതെങ്കിലും സിംഗർ പാടുമ്പോൾ അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഇപ്പൊ മലയാളത്തിൽ തന്നെ ചിത്ര ചേച്ചി വാനമ്പാടിയാണ്. അതെ, ചേച്ചിയുടെ ലൈവ് പെർഫോമൻസ് നേരിട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ കണ്ണു നിറയും. കാരണം എന്താ പറയുക, ഒരു വലിയ മാലാഖയാണ് അവിടെ പാടുന്നത്. അപ്പോൾ അത്ര ശരിക്കും ചേച്ചി ആസ് എ പ്ലേ ബാക്ക് സിംഗർ ചേച്ചിയുടെ എൻട്രി എങ്ങനെയായിരുന്നു? എന്റെ ഒരു ഊഹം ശരിയാണ്, നമ്മൾ കൈലാസ് ചേട്ടൻ അങ്ങനെയായിരുന്നോ എൻട്രി? ഓക്കെ, അതെങ്ങനെയായിരുന്നു? എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആൻഡ് ഞാൻ അതിനു വേണ്ടി പണ്ട് പള്ളിയിലൊക്കെ ചേർച്ച് ക്വയറിൽ പാടുമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു, ചേർച്ച് ക്വയറിലൊക്കെ പാടി. ആൻഡ് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതെ, അപ്പം അങ്ങനെ കവേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഷോസ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആ ഷോയിലിരിക്കെ ഒരു വീഡിയോ കൈലാസ് മേനൻ സാറിന്റെ അമ്മ കാണാനിടയായി. അമ്മയാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ചേച്ചി മുന്നേ അയച്ചു കൊടുത്തായിരുന്നു എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ വഴിയാണ് നമ്മൾ കണക്റ്റഡ് ആയത്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു വോയിസ് ഡ്രോപ്പ് എല്ലാവരും കേൾക്കണമെന്നുമില്ല. എല്ലാവരുടെയും തിരക്ക് കാരണം അതെ മൊത്തം ഇരുന്ന് കേൾക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അമ്മയുടെ ഒരു റെക്കമെൻഡേഷനും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി ചില സമയത്ത് നമുക്ക് പാട്ടുകൾ എന്നൊക്കെ പറയണത് ഭയങ്കര കണക്ട് ചെയ്യും. ഇപ്പോ ചിലപ്പോ ഇങ്ങനെ സങ്കടം വന്നിരിക്കുന്ന ആൾക്കാർ കുറച്ച് സങ്കടം ടോണിലുള്ള പാട്ട് കേൾക്കും. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമ്മളങ്ങനെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, സന്തോഷമുള്ള പാട്ട്, സങ്കടമുള്ള പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ ചേച്ചിക്ക് ചേച്ചി പാടുന്ന പാട്ടുകളോ അല്ലെങ്കിൽ കേൾക്കുന്ന പാട്ടുകളോ എന്തെങ്കിലും റിയൽ ലൈഫ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻസ് വരാറുണ്ടോ? റിയൽ ലൈഫ് ആയിട്ടോ? നമ്മുടെ നോർമൽ ലൈഫും വളരെ മ്യൂസിക്കലാണ്. അപ്പോൾ ആൻഡ് നമ്മളെല്ലാവരും നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും എമോഷൻസ് ഉണ്ട്, ഇതുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ വിഷമമുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പി സോങ്സ് കേൾക്കാൻ ശ്രമിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഞാൻ യൂഷ്വലി സങ്കടം വന്നു ഞാൻ പോയിട്ട് ഇങ്ങനെ സാഡ് സോങ്സ് ഒക്കെ പറഞ്ഞ് സെർച്ച് വീണ്ടും വിഷമിക്കല്ലേ, അതുകൊണ്ട് നമ്മള് പ്ലേറ്റ് മാറ്റാൻ വേണ്ടി അതെ ഹാപ്പി സോങ്സ് കേൾക്കും. കാരണം അത് ഒന്ന് പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് പവി കെയർ ടേക്കറിലെ പാട്ട്. അത് ഇന്നലെ അല്ലേ ഔട്ട് ആയത്? ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു, ഞാൻ കേട്ടായിരുന്നു. നമുക്ക് വേണ്ടി ഒരു 2 lines ഈ പാട്ടിനെ കുറിച്ച് പറയണോ? കാരണം മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദനാണ്. ആൻഡ് ലിറിക്സ് ചെയ്ത് ഷിബു ചക്രവർത്തി സാറാണ്. വളരെ സീനിയർ മോസ്റ്റ് ലിറിക്സിസ്റ്റാണ് നമ്മുടെ മലയാള സിനിമയിൽ. ആൻഡ് കൂടെ പാടിയത് വിജയ് യേശുദാസ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കുറെ ഹിറ്റുകൾ ഉണ്ടായിരുന്നില്ലേ മുന്നേ? കുറച്ച് പാട്ടിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ട് നമുക്കൊരു 4 വരി. തീർച്ചയായിട്ടും. ഈ ഒരു പാട്ട് ഓണപ്പാട്ടും കൂടെയാണ്. ഓണപ്പാട്ടാണ്. ഞാൻ നേരത്തെ പൂക്കളിടുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സെലിബ്രേഷൻ മോഡാണ് ഈ പാട്ട്. പുലർകളെ പൂവിളിക്കട്ടെ, അതെ അതാണ് തുടക്കം. പക്ഷെ എന്റെ പോഷൻ മാത്രമേ പാടുന്നുള്ളൂ. കുഴപ്പമില്ല, അത് മതി, ധാരാളം, മോർ ദാൻ എനഫ്. അരളിപ്പൂ മഞ്ചലിൽ അണയും പൊൻചിങ്ങമേ പൂങ്കിനാവിതാരോ പൂനിലാവ് വീഴ്ത്തി വിടരും പൂക്കൈത തൻ അലറിന്നാരാധികേ ഏതു ചിന്തയിലാണോ ആകെ സുരഭിലയായി.
നെക്സ്റ്റ് നമ്മളെല്ലാരും ഏറ്റെടുക്കാൻ പോകുന്ന പാട്ടാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചേച്ചി ദിലീപേട്ടന്റെ മൂവിയിൽ ഫസ്റ്റ് ടൈം അല്ലേ പാടുന്നത്? എന്റെ രൂപം ശരിയാണെങ്കിൽ ആയിരുന്നല്ലേ? ഓക്കെ. നമ്മുടെ വിജയ് ചേട്ടന്റെ കൂടെ ഇതിനു മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ചേട്ടന്റെ കൂടെയുള്ള ഒരു കംഫർട്ട് സോൺ ഒക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ഫ്രണ്ട് അല്ലേ, ഭയങ്കര കൂളാന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ദാസറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ദാസേട്ടനും ഓഫ് കോഴ്സ് ഒരുപാട് വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്, അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് ഒരുപാട്. മേ ബി കൊച്ചിലെ അതൊരു ഫംഗ്ഷനിൽ കണ്ടപ്പോൾ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളെല്ലാരും ഹ്യൂജ് ഫാൻസ് ആണ്. നമ്മളെല്ലാരും ഇങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ്. അതെ അതെ, അപ്പൊ ഇനി കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും കാണും. വേഗം നടക്കട്ടെ അതൊക്കെ. അപ്പോ നമ്മുടെ ദിലീപേട്ടന്റെ സെറ്റിലൊന്നും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? ദിലീപേട്ടന് നമ്മുടെ ചാനൽ ഷോയിൽ കണ്ടിട്ടുണ്ട്. ചാനൽ ഷോ, മൂവിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. മൂവിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ കോമഡി ഉത്സവം അങ്ങനത്തെ ഒരു ഷോന് നമ്മൾ കണ്ടു. ഓക്കെ. ചേച്ചിയുടെ നമ്മുടെ നീ ഹിമമഴയായി പറഞ്ഞിട്ടുള്ള പാട്ടില് അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, അതിലത്തെ ശ്രേയാ ഘോഷലിനെ ആയിരുന്നു ആദ്യം പാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രേയാ ഘോഷലിനെ മാറ്റിയിട്ടാണ് ചേച്ചീനെ പാടിക്കാൻ വേണ്ടി വെച്ചത്. ശ്രേയാജിനെ മാറ്റിയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മാറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല. അവര് ദയ തോന്നി. കാരണം ട്രാക്ക് പാടി ആൻഡ് അതായത് ലിറിക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് നമ്മളിങ്ങനെ റഫ് ഇങ്ങനെ പാടും. അതൊരു പ്രോസസ്സാണ്. നമ്മൾ കോമ്പസിഷൻ കഴിഞ്ഞ് ഉടനെ വിത്തൗട്ട് ലിറിക്സ് ഇങ്ങനെ നാനാന മാത്രമായിട്ട് ഇങ്ങനെ പാടിയപ്പോൾ തന്നെ വോയിസ് അങ്ങനെ എല്ലാവരും കേട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കൈലാസ് മേനൻ സാറിനും പിന്നെ എടക്കാറ്റ് ബറ്റാലിയൻ 06 അതിൻ്റെ പ്രൊഡ്യൂസറാണ് സാൻഡ്ര തോമസ്. അപ്പോൾ സാൻഡ്ര ചേച്ചിയും ആൻഡ് ടോവിനും കേട്ടിട്ട് നമുക്ക് ഈ ഒരു വോയിസ് വെക്കാം എന്ന രീതിയിൽ വന്ന്. അപ്പം ആദ്യം അങ്ങനെ ഓക്കെ ചേച്ചിയാണ് ചെയ്യാൻ പോകുന്നത്, ശ്രേയ ഘോഷൽ മാം അല്ല എന്ന് പറഞ്ഞപ്പോ എക്സൈറ്റ്മെന്റ് ആണോ ഉണ്ടായിരുന്നത്, അതോ ഒരു റെസ്പോൺസിബിലിറ്റി പോലെയാണോ തോന്നിയത്? എങ്ങനെ തോന്നിയേ? ഞാനത് റിലീസ് ആവുന്നതിന് മുമ്പ് വരെ, റിലീസ് ആ ഡേറ്റിൽ മാത്രമേ ഞാൻ വിശ്വസിച്ചുള്ളൂ. പാടിയത് അതുവരെ ഞാൻ അങ്ങനെ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടില്ലായിരുന്നു. സീക്രട്ട് ആയിരുന്നു. കാരണം അറിയില്ലല്ലോ. കാരണം മൂവി ഇൻഡസ്ട്രിയും അങ്ങനെയാണ് എല്ലാം. നമുക്ക് പറയാണ്ടിരിക്കുമ്പോ പറയാൻ ഒരു ഇതുണ്ടാവത്തില്ലേ? ഞാനും മിണ്ടാണ്ടിരിക്കണം. കാരണം റിലീസ് ആവട്ടെ എന്നായിരുന്നു എൻ്റെ. റിലീസ് ആക്കിയപ്പോൾ സന്തോഷമായി. ഇപ്പൊ ചേച്ചി നമ്മുടെ എല്ലാവരുടെയും കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഒരു ഓക്കെ ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഹൈപ്പ് കിട്ടിയ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് പറയാം ഒരു ഇന്റർവ്യൂ ആണ്, ചില ആർട്ടിസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഈ സിനിമയാണ്. ആസ് എ ചേച്ചി ഒരു പാട്ടുകാരി എന്ന നിലയിൽ ചേച്ചിക്ക് ഓക്കെ എൻ്റെ കരിയറിൽ ഇത് മാർക്ക് ചെയ്തിടാൻ പറ്റും, ദിസ് ഇസ് ദ വൺ എന്ന് പറയണ പാട്ട് ഏതായിരിക്കും? ഇനി വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഡിപ്ലോമാറ്റിക് ആൻസർ. ഇതുവരെ വന്നതില് എല്ലാ സോങ്ങും സ്പെഷ്യലാണ്. എന്നാലും കുറച്ച് ഒരു ഹൈപ്പ് കൂടുതൽ കിട്ടി അല്ലെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു പാട്ട്? എനിക്ക് ഫൗസ്റ്റീനൊക്കെ ഏറ്റവും ഇഷ്ട സോങ് ഏതാ? എനിക്ക് വാതുക്കൽ വെള്ളരിപ്രാവ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കേൾക്കണമെന്നാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നീ ഹിമമഴയെ എനിക്കിഷ്ടമാണ്, അലരയെ എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്ന ഏറ്റവും കൂടുതൽ ടാഗ് എനിക്ക് എടുത്ത വാതുക്കലിനാണ്. അപ്പൊ അതായിരിക്കും ഒരു മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. മേ ബി ഭയങ്കര ചേച്ചിക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അങ്ങനെ 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 പറയരുത്, ഞാൻ പറയില്ല, അങ്ങനെ ടേം ചെയ്യില്ല. കാരണം എല്ലാ പാട്ടിലും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ പാടുന്നത്. ഇപ്പൊ ഞാൻ ചേച്ചിയുടെ കമന്റ് ബോക്സ് ആയാലും അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ യൂട്യൂബിൽ കുറെ ഇൻസ്റ്റാഗ്രാമിലാണ് കുറെ ടാഗ് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള റിസർച്ചിന്റെ സമയത്ത് ഞങ്ങൾ നോക്കിയ സമയത്ത് മെജോറിറ്റി കമന്റ്സ് ഞാൻ കണ്ടത് ശ്രേയാ ഘോഷൽ മാമിന്റെയും ചേച്ചിയുടെയും സൗണ്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനത്തെ കോമന്റ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നെ ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യില്ലല്ലോ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല, ഇൻഡസ്ട്രി ഇൻ ജനറൽ ഏതായാലും നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ടല്ലേ? ഞാനത് ആലോചിച്ചില്ലായിരുന്നു. അല്ല, ഓഫ്കോഴ്സ്. പക്ഷെ ഓഫ്കോഴ്സ് ശ്രേയാജിയുടെ നമ്മളെല്ലാവരും വലിയ ഫാൻസാണ്, ഞാനും ഉൾപ്പെടെ. അപ്പം നമ്മളെല്ലാവരും കേട്ട് വളർന്ന ശ്രേയാജിയുടെ ശബ്ദമാണ്. അപ്പോൾ ഹ്യൂജ് ഫാൻസാണ്. ഓക്കെ. ഇനി ചേച്ചിയുടെ നെയിമിലോട്ട് വരികയാണെങ്കിൽ നിത്യ മാമൻ ഭയങ്കര ഒരു ഡിഫറെന്റ്, അച്ഛന്റെ പേര് ഭയങ്കര കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നെയിമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആക്ച്വലി അതിനും കേട്ടിട്ടില്ല. അപ്പൊ ശരിക്കും അച്ഛന്റെ മാമൻ വർഗീസ് അല്ലേ? ഓക്കെ. അപ്പം സ്കൂൾ ടൈമിലൊക്കെ ആ പേര് വെച്ച് കുറെ ഇതാക്കിയിട്ടുണ്ടാവുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ മാമ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചി ഒരു ഇന്റർവ്യൂല്, അതാ ഞാൻ ചോദിച്ചത്. എന്റെ മാമ
എപ്പോഴും ഇൻഡസ്ട്രിയിൽ കുറച്ചൊരു ഇപ്പോഴും വിളിക്കും. ആ. ഓക്കെ. ആ മാമ ഉണ്ടല്ലോ മാമ. പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ അതെ, വിളിക്കും. വിളിക്കുന്നവരുടെ പേര് നമ്മൾ പറയണില്ല അല്ലെ. ശരിക്കും നമ്മളെ സിനിമയിലില്ലേ അശോക് രാജിന്റെ ജീവിതത്തിൽ ഒരു ബാർബർ ബാലൻ ഉണ്ടായിരുന്ന പോലെ ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ബാർബർ ബാലൻ ഉണ്ടായിരുന്നോ? അങ്ങനെ ഹെൽപ്പ് ചെയ്തന്നെ. ആ, അങ്ങനെ ഒരു ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ദിസ് ഇസ് നിനക്ക് ഇതാണ് ഏറ്റവും സ്യൂട്ട് ആവുക, അല്ലെങ്കിൽ യു ക്യാൻ ഡൂ ദിസ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് തന്നെ പേര് പറയാം. കാരണം വിവേക് ഫ്രാൻസിസ്, അദ്ദേഹത്തിന് ഞാൻ കോളേജിലാണ് മീറ്റ് ചെയ്യുന്നത്. അറിയാം. എൻ്റെ ഫസ്റ്റ് ഇയറിലായിരുന്നു. അദ്ദേഹം ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞേ ഉണ്ടായിരുന്നു. അപ്പം അന്ന് പുള്ളിക്ക് അത്ര അറിയണ്ടായിരുന്നില്ല, പാട്ട് പാടുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെയൊക്കെ പാടാൻ ഇങ്ങനെ താല്പര്യമുണ്ട്, അത്യാവശ്യം പാടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തപ്പോൾ Go ahead. ഗോ ഹെഡ്. ആ ഒരു അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഫോഴ്സും അങ്ങനെയല്ല, ഗോ ഹെഡ്. ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും പഠിക്കണം, പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പാടണം. അങ്ങനെ അപ്പം ഇന്നും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നെ എൻകറേജ് ചെയ്യുന്നതും ക്രിട്ടിക് എൻ്റെ അമ്മയും കൂടെയാണ് കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ ഫാദറും എൻ്റെ അമ്മമാർക്ക് പിന്നെ അതിനകത്തൊരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, കാരണം അങ്ങനത്തെ ഒരാൾ വേണമല്ലോ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശരിയാന്നുള്ള ട്രാക്കിൽ നമ്മളത് സ്റ്റാഗ്നന്റ് ആയി പോകും, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അതെ, ഗ്രോത്ത് ഉണ്ടാവില്ല. ശരിക്കും ചേച്ചി ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർക്കണേ, ഞങ്ങള് മൈൽ സ്റ്റോണിന്റെ മറ്റേ ബാംഗ്ലൂരുള്ള ഒരു ഗവേഷണത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് മറ്റേ സീനിയർ ജൂനിയർ ലവ് സ്റ്റോറി. അങ്ങനെ ഒരു ട്രാക്ക് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് പാടിക്കൊടുത്ത പാട്ട് മറ്റേ തുംസേ മിൽ, ആ പാട്ടല്ലേ? തുമ്മിലെ ദിൽക്കിലെ, ആ പാട്ടായിരുന്നല്ലേ? ആ പാട്ടാണ്. അപ്പം ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? ലവ് സ്റ്റോറി ഇങ്ങനെ എനിക്കായിരുന്നു ഇഷ്ടം. പ്രപ്പോസ് ചെയ്തായിരുന്നു ചേച്ചി? അങ്ങനെ പ്രപ്പോസൽ അങ്ങനെ വലിയ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് കുറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയേഴ്സും അങ്ങനത്തെ ഒക്കെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് അങ്ങനെ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ചേച്ചീനെ സ്റ്റേജിൽ വെച്ചാണോ ചേട്ടൻ കണ്ടത്? അല്ല, ഞാൻ അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പോ ഗ്രാജുവേഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞു കൊള്ളാല്ലേ എന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞു കൊള്ളാം, ഞാനാ പറഞ്ഞ കൊള്ളാം. ഓക്കെ, അത് അടിപൊളി. ചേച്ചി അടുത്ത ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടാ, നമ്മുടെ ഗ്രോയിങ് പീരീഡിൽ നമ്മൾ കുറെ പേരെ ലൂസ് ചെയ്യും. നമ്മുടെ ഒരു ഗ്രോത്തിന്റെ സമയത്ത് ഇവൻ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിചാരിച്ച കുറെ പേര് ശരിക്കും ഫ്രണ്ട്സ് ആയിരിക്കില്ല എന്ന് റിയലൈസ് ചെയ്യും. അല്ലെങ്കിൽ ബാക്ക് സ്റ്റാമ്പിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ? ചേച്ചിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട, ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കണ്ട ആരെങ്കിലും അങ്ങനെ ലൈഫിൽ നിന്ന് പിന്നെ ഓക്കെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ പോയിട്ടുണ്ടോ? അല്ല, നമ്മളെല്ലാരും ടെമ്പററി ആണ്, ആരും പെർമനന്റ് ആയിട്ട് ആരുടെ ലൈഫിൽ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബാക്ക് സ്റ്റാബിങ് അങ്ങനൊന്നും, അങ്ങനെ നെഗറ്റിവിറ്റി അങ്ങനെ ഞാനും അങ്ങനെ അധികം പെട്ടെന്ന് ആരോടും ക്ലോസ് ആവില്ല. അതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അത് സേഫ് സോണാ. പക്ഷെ നമ്മുടെ അടുത്ത് എല്ലാരും ആ ബൗണ്ടറി ഉള്ളിലോട്ട് കയറത്തില്ലല്ലോ. അത് പക്ഷെ അങ്ങനെ അത്രയും സേഫ് ആയിട്ട് കളിക്കുന്നത് നല്ലതല്ലോ. അപ്പം അങ്ങനെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ അതുകൊണ്ട് ഒരു ബാരിയർ ഉണ്ട്. പക്ഷെ ചേച്ചി അങ്ങനെ ഇൻട്രോവേർട്ട് ആകുമ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ പ്രശ്നം വരാറുണ്ടോ? നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ് ആവാറുണ്ടോ? അല്ലെങ്കിൽ ഇവക്ക് ഭയങ്കര ജാട, അങ്ങനത്തെ എന്തെങ്കിലും ടോക്ക് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ജാട മേ ബി തോന്നിയിട്ടുണ്ടാവും എല്ലാവർക്കും, മിണ്ടാതെ നിക്കണുണ്ട്. ശരിക്കും പാവട്ടോ. വന്നപ്പോ തൊട്ട് പറയാം ഇന്നസെന്റ് ആണ്, ശരിക്കും ഞാൻ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാത്ത കോംപ്ലിമെന്റ് അത്. അയ്യോ, ഞാൻ സാധാരണ എല്ലാരും ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു കുറച്ച് കൂട്ടുപുതി തോന്നുന്നെന്ന് പറയണ ഞാനാണ്. പക്ഷെ ചേച്ചി വന്നപ്പോ തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം മുഖത്ത് മെയിൻറ്റെയിൻ ചെയ്യണ ചിരിയായിരുന്നു. ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നി ഭയങ്കര കാമൻ ഇന്നസെന്റ് ആണെന്ന്. സംസാരവും ഭയങ്കര ജെനുവൻ ആയിട്ട് തോന്നി. ശരിയാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ് ആയിട്ടുണ്ടോ? ഈ ഒരു കുറച്ച് ഒന്ന് ബാക്ക് നിൽക്കണോണ്ട്, ഒന്ന് ഷൈ ആയിട്ട് നിൽക്കണോണ്ട്? നെറ്റ്വർക്കിംഗ് നമുക്ക് അധികം ചെയ്യണം, അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ പറ്റുന്നല്ലോ ഞാനിങ്ങനെ വോയിസ് ഡെമോ എല്ലാം ഇങ്ങനെ അയച്ചോണ്ടിരിക്കും. അത് അങ്ങനത്തെ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഉണ്ട് എനിക്ക്. നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ പേര് നമ്മൾ തന്നെ. സോഷ്യൽ മീഡിയയിൽ അധികം ചെയ്തില്ലെങ്കിലും ഞാൻ എപ്പോഴും
വോയിസ് ഡെമോസ് ഇങ്ങനെ അയച്ചു കൊടുത്ത് ഇങ്ങനെ അവസരങ്ങൾ ചോദിക്കും ഞാൻ. അതിന് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ബിക്കോസ് യു ഹാവ് ദ ടാലന്റ്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ടാലന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും ടാലന്റ് ആണ്. നമുക്ക് എന്തോ ഒരു അനുഗ്രഹം നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. ബ്ലെസ്ഡ് ആണ്, ബ്ലെസ്ഡ് ചൈൽഡ്. അതാണ് ഡെഫിനറ്റ്ലി അതിൽ ഡൗട്ടൊന്നുമില്ല. ഇപ്പൊ ചേട്ടൻ ഭയങ്കര സപ്പോർട്ട് ആണെന്ന് പറഞ്ഞല്ലോ. ചേട്ടന് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? ചേട്ടന് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണോ ചേച്ചിയുടെ? ഓ, എൻ്റെ പാട്ടിൽ മാത്രമല്ല എല്ലാ പാട്ടിലും കേൾക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡിഫറെൻറ്റ് അത് എല്ലാ ടൈപ്പും കേൾക്കും. അതായത് ഇങ്ങനെ ഫ്രഞ്ച് പാട്ടിലും അതൊക്കെ എന്നെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ ഉണ്ട്, ഈ പാട്ട് ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ ട്രൈ അടിച്ചു പറ്റാൻ ആ രീതിയിലൊക്കെ പറയാം. അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ലിസ്ണിങ് സ്പെക്ട്രം ഇച്ചിടെ വാസ്റ്റാണ്. നമ്മൾ ചിലപ്പം എൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു പാട്ട് ഒരേ സ്റ്റൈലിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയി പോകും. അപ്പം അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ ഓക്കെ ഇങ്ങനത്തെ സ്റ്റൈലും ഉണ്ട്. നമ്മുടെ ഒരു തിങ്കിങ് പെർസ്പെക്റ്റീവ് തന്നെ ഒരുപാട് മാറും. ചേട്ടന് ഫസ്റ്റ് പാടിക്കൊടുത്ത പാട്ട് ഓർക്കുന്നുണ്ടാ? ആ പാട്ടായിരുന്നല്ലേ? നമുക്ക് വേണ്ടി പാടാമോ? തുമിലെ दिल खेले और जीने को क्या चाहिए, हाँ तो मिले दिल खेले और जीने को क्या चाहिए, ना हो तो उदास तेरे पास पास मैं रहूंगी जिंदगी भर, ना हो तो उदास तेरे पास पास मैं रहूंगी जिंदगी भर, सारे संसार का प्यार मैंने तुझी में पाया, तो मेरे दिल खेले और जीने को क्या चाहिए. ഈ പാട്ട് കേട്ട ചേട്ടൻ എങ്ങനെ വീഴാണ്ടിരിക്കും? ഭയങ്കര രസമായിട്ട് പാടി. ഇത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് പറയണ പോലെ ഉണ്ട്, പക്ഷെ ജെനുവിനായിട്ടാണ് ഞാൻ പറയണേ. ലൈക്ക് ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അധികം പാട്ട് കേൾക്കണ ആളല്ല. ഞാൻ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ബട്ട് സെലക്റ്റീവ് ആയിട്ട് അങ്ങനെ കേൾക്കണ ആളാ, കുറേ പാട്ട് കേൾക്കണ ആളല്ല. പക്ഷെ ചേച്ചിയുടെ പാട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഞാൻ ഇങ്ങനെ ഇരിക്കണായിരുന്നു. ഓക്കെ, ശരിക്കും നല്ല രസമുണ്ട്. ഐ മീൻ ആ ഒരു ഫ്ലോ ആൻഡ് യുവർ വോയിസസ് ഭയങ്കര മാജിക്കലായിട്ട് തോന്നി എനിക്ക്. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു. കാണുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അത് തോന്നുന്നില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ചേച്ചിനെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കണെന്ന്. ബിക്കോസ് ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ, ആൾക്കാർക്ക് ആ പാട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും കേൾക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ. അപ്പം ചേട്ടൻ കുറെ ടൈപ്പ് ഓഫ് സോങ്സ് പറയാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണോ നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ റാപ്പ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്? അതിന്റെ പുറകിലും ചേട്ടന്റെ മോട്ടിവേഷൻ ഉണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത്. റാപ്പ് ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നില്ല. ഇങ്ങനെ ഷാൻ റഹ്മാൻ സാർ ഇങ്ങനെ പാട്ടിന് എനിക്ക് തോന്നുന്നു വേറൊരു പാട്ടിന് റെക്കോർഡിങ്ങിന്റെ ടൈമിൽ ഈ ഒരു പാട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ട്രൈ ചെയ്തൊരു പാട്ടാണ്. ചേച്ചിക്ക് ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റൈൽ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ശരിയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചു. ഇനി ഞാൻ സംസാരിച്ച് അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല. അതിന് മുന്നേ നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഒരു കിഡിലൻ സെഗ്മെന്റ് ആണ്. പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ, അപ്പൊ ഞാൻ ചില സോങ്സിന്റെ ഇടയിലുള്ള ലൈൻസ് പറയും. ചേച്ചിയുടെ സോങ്സ് ആയിരിക്കും ചിലപ്പോ, ഇല്ലെങ്കിൽ വേറെ സോങ്സ് ആയിരിക്കും. ഇടയിലുള്ള ലൈൻസ് പറയും, ചേച്ചി ആ പാട്ട് കണ്ടുപിടിച്ച് പാട്ട് പാടണം, ട്രൈ ചെയ്യാം. ഓക്കെ? അപ്പൊ ഞാൻ ഒരു ഇത് പറയും, അപ്പൊ ചേച്ചി അത് ഇത് പാട്ടാന്ന് ഗസ് ചെയ്തിട്ട് പാടണം കേട്ടാ. അപ്പൊ ഫസ്റ്റ് ഇത് 1000 ആനന്ദം. പാടിക്കോ, ആ ഒരു പോർഷൻ പാടിക്കാം. നിന്നു കരുമ്പോൾ അകമേ അലിയുമ്പോൾ 1000 ആനന്ദം വിരിയുമിനിയാവോളം. പെട്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ, വഴി മറഞ്ഞ മഞ്ഞുകാലമേ. വഴി മറഞ്ഞ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. മണിക്കുട്ടി ഒന്ന് നിൽക്കുവോ? ഇപ്പൊ ഉടലെ 5 മിനിറ്റ് ഒന്നൂടെ പറഞ്ഞ. വഴി മറഞ്ഞ മഞ്ഞുകാലമേ. വഴി മറഞ്ഞ മഞ്ഞുകാലമേ. ഒരു ക്ലൂ തരൂ. ക്ലൂ ചേച്ചി പാടിയ പാട്ടാ. വഴി മറഞ്ഞ
വഴിമറഞ്ഞ മഞ്ഞ്. തിങ്ക് ആലോചിക്കും. കിട്ടുന്നില്ല. ഇത് നമ്മുടെ ചേച്ചി തന്നെ പാടിയിട്ടുള്ള പാട്ടാ, നമ്മുടെ കണ്ണിൽ മിന്നും ആ പാട്ടില്ലേ, നമ്മുടെ മേപ്പടി. ഓർമ്മ കിട്ടിയോ? അപ്പൊ നമുക്ക് വേണ്ടി പാടിക്കോ, പണിഷ്മെന്റും പാട്ട് പാടാൻ തന്നെയാ. കണ്ണിൽ മിന്നും മന്ദാരം മെല്ലെ മെല്ലെ കൈനീട്ടും മായാ മഞ്ഞിൻ താഴ്വാരം, പെയ്യും നേതോ വെൺമേഘം പൊന്നും പൂവും മാവോളം തോരാതുള്ളിൽ തീനലയായി, നീലവയിൽ താളമിടും നാണമിഴിക്കണ്ണാടിയിൽ 100 നിറം തേടി വരും താഴെ മനസ്സിൻ വാടിയിൽ, വഴിമറഞ്ഞു മഞ്ഞുകാലമോ മതിമറന്നു മെല്ലെ വന്നു മെഴിഞ്ഞുവോ. അവിടെ വരണേ. ആ ലൈൻ പാടിയത് ഭയങ്കര കിടിലനായിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയട്ടെ. മോഹശയ്യയിൽ. മണിക്കുട്ടി തിരിച്ചു തന്നോട്ടെ ഇനി. വർണ്ണമേഘം മോഹശയ്യ. വർണ്ണമോഹശയ്യയിൽ. ഇതിനും ക്ലൂ വേണം. ക്ലൂവാ? ചേച്ചി തന്നെ പാടിയിട്ടുള്ളതല്ല. അല്ല അല്ല, ചേച്ചിയുടെ പാട്ടായിട്ടൊരു ബന്ധമില്ല. ചേച്ചി പാടിയേക്കണ പാട്ടേ അല്ല. അപ്പൊ പഴയ പാട്ടാണ്. അതൊന്നും ക്ലൂ അറിയത്തില്ല. കുറച്ച് പഴയ പാട്ടാ. വർണ്ണമോഹശയ്യയിൽ. നമ്മുടെ മമ്മൂക്കൊക്കെ ഉള്ളതാട്ടാ, എന്നിട്ട് പറഞ്ഞില്ലെങ്കിലാണ്. വർണ്ണമോഹശയ്യയിൽ. ഭയങ്കര ഡിഫിക്കൽട്ട്. നമ്മുടെ ശ്വേത ചേച്ചി ഉണ്ട്. ഇനി ക്ലൂ ഒന്നുമില്ല. ഓ, താരാപഥം. പാടിക്കോ. പാടിക്കോ. വർണ്ണമോഹശയ്യയിൽ വന്ന ദേവകന്യകേ, വെണ്ണിലാകെ നിന്റെ നെഞ്ചു പാടും ഗാനം കേട്ടു ഞാൻ, താരാപഥം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഓക്കെ, അപ്പൊ അടുത്ത് പറയട്ടെ. അവളുടെ മിഴിയിൽ കരിമഷിയാല്. അതെനിക്ക് ആദ്യം കിട്ടിയായിരുന്നു. അത് നമ്മുടെ വിദ്യാചേച്ചിയുടെ പാട്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. സുജാ ചേച്ചി പാടിയോ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് പഴയ പാട്ടാണ്. അത് മഞ്ജു ചേച്ചിയുടെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മഞ്ജു ചേച്ചിയുടെ മുഖം ഓർമ്മ വരും. അതെ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. അങ്ങനെ പോയി. ഗുഡ് ജോബ്. അപ്പൊ അടുത്തത് നിന്റെ കാലിലെ കാണാ പാദസരം. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. ഏത് പാട്ടായിരുന്നു? എൻ്റെ മീശമാധവൻ. ഓക്കെ. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേരത്തെ ചെമ്പരന്തല്ലേ. തൃപ്തിയാ? ഞാൻ വിചാരിച്ചു ബാക്കിയും പാടുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഓക്കെ. നിൻ രാഗമോ ഭൂപാളമായി. നിൻ രാഗമോ ഭൂപാളമായി. ആരാ അഭിനയിച്ചത്? അഭിനയിച്ചത് നമ്മുടെ ലാലേട്ടനാണ്. അധികം ക്ലൂ ഒന്നും ഇല്ല കേട്ടാ, 2-3 ക്ലൂ ഉള്ളൂ. നമ്മുടെ ശരത് സാറിന്റെ പാട്ടാണ്, ലാലേട്ടൻ അഭിനയിച്ച പാട്ടാണ്. മനസ്സിലായി. ഏതാ? ശ്രീരാഗമോ. പാടിക്കോ. ശരത് സാർ. ഞാൻ ഒന്നും പാടുന്നില്ല. ഞാൻ പാടിയ ശരിയാവില്ല. ശ്രീരാഗമോ എന്ന ബ്യൂട്ടിഫുൾ സോങ്. ജസ്റ്റ് 4 ലൈൻസ് പാടി പ്ലീസ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നില്ല ഈ നമ്മളിൽ.
ഭയങ്കര രസമായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ ഇത് തന്നെയാ പറയണേ. പക്ഷെ ഇത് എന്റെ പറയാൻ തോന്നണോണ്ടാട്ടോ പറയണേ, ജസ്റ്റ് ചുമ്മാ ഇന്റർവ്യൂവിന് വേണ്ടി പറയണല്ല കേട്ടോ.